ഹലോ, എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയതാട്ടോ. പണിയാട്ടോ, വേറൊന്നുമല്ല. നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ തൈകൾക്കും ജാതി തൈകൾക്കൊക്കെ വളം ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇറങ്ങിയതാട്ടോ. കാരണം സമൃദ്ധി വളമാണ് നമ്മൾ വാങ്ങിച്ചേക്കണത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തത് അത് തന്നെയാണ്. അപ്പോൾ 8-9 മാസമായുള്ളൂ നമ്മൾ തൈകളൊക്കെ വെച്ചിട്ട്. അപ്പം കുറേയൊക്കെ ഫ്രൂട്ട്സിൻ്റെ തൈകളിലായാലും ഉണ്ടായതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചും കൂടി വളമൊക്കെ ഇട്ട് കൊടുത്ത് അടച്ച മഴ വരുന്നതിന് മുമ്പാണ് നമ്മളതങ്ങ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതല്ലേ. അല്ലെങ്കിൽ പിന്നെ വളമൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഒഴുകി പോകില്ല. അതിന് മുമ്പ് നമ്മളിതൊക്കെ ചെയ്യാൻ പോവുകയാണേ. ഇതൊക്കെ കണ്ടോ, ഇപ്പോൾ അത് കായ ഉണ്ടായി നിൽക്കണുണ്ടോ? ഇഷ്ടം പോലെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിനകത്തൊക്കെ ഒന്ന് വളമിട്ട് വെട്ടി മൂടാം. ജാതി ഇത് 9 മാസമായി നമ്മൾ വാങ്ങിയിട്ട്. അപ്പോൾ അന്നേരം 2 പ്രാവശ്യം വളം ഇട്ട് കൊടുത്തില്ല. അപ്പോൾ ഇതിനകത്ത് 2 പ്രാവശ്യം നമ്മളിതിനകത്ത് ഇപ്പോൾ വളം കൊടുത്തു. ഇനിയിപ്പോൾ 3ാമത്തെ പ്രാവശ്യം ആട്ടോ ഇത് ഇടുന്നത്. അപ്പോൾ സമൃദ്ധി എന്ന് പറഞ്ഞ വളം മേടിച്ചേക്കണം. അതാകുമ്പോൾ മിക്സ്ഡാണ്, എല്ലാം കൂടി കൂടിയതാകുമ്പം കുറച്ച് നല്ലതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് നമ്മളത് തന്നെ പ്രാവശ്യം എടുത്തേക്കണത്. പിന്നെ വന്നിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളുടെ കഴിഞ്ഞ വേനൽക്ക് നശിച്ചു പോയി എന്ന് വിചാരിച്ച് ഇത് നമ്മൾ 1200 രൂപയ്ക്ക് വാങ്ങിച്ചല്ലേ ഇത് ഈ മാംഗോസ്റ്റിൻ്റെ തൈ ഉണ്ടല്ലോ, 1200 കൊടുത്ത് നമ്മൾ വാങ്ങിയതാണ്. അന്നേരം ഇത്രയും ഉണ്ടായിരുന്നുള്ളേ. ആ സമയത്ത് ഇത് ഈ ഇലകളെല്ലാം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ വേനൽക്ക് മൊത്തം കരിഞ്ഞിരിക്കണുണ്ടാകുക. അവൻ്റെ ഇപ്പോഴത്തെ അന്നത്തെ കണ്ടീഷൻ കണ്ടോ. അത് കഴിഞ്ഞ് നമ്മളിവിടെ ഷെഡ് പോലെ കെട്ടിക്കൊടുത്ത് എല്ലാം കവർ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. കാരണം വെയിലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതാ ആശാനും കയറി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുഴപ്പമൊന്നുമില്ല. ബ്രാഞ്ചസൊക്കെ വന്നു തുടങ്ങി കണ്ടോ. അപ്പോൾ നമ്മൾ നോക്കണതനുസരിച്ച് നമ്മളുടെ സംഭവം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരുന്ന ഒരു സംഭവമാണ്. അത് അത്രയും വില കൊടുത്ത് വാങ്ങിച്ചിട്ട് അയ്യോ അത് പോയല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മളത് അതിന് വേണ്ട രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് അടിപൊളിയായിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് അതിനെല്ലാം വളം ഇട്ട് കൊടുത്ത് വെട്ടി മൂടി റെഡിയാക്കാം. മഴയും വരുന്നുണ്ട്. രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ മഴക്കാറുണ്ട്, ചിലപ്പോൾ പെയ്യുമായിരിക്കും. പിന്നെ എല്ലാവർക്കും സുഖമല്ല. ഇവിടെ കൊതുക് കാരണം നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഈ ജാതിയുടെ ചൂടിലാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ തൊണ്ടൊക്കെ ചീഞ്ഞെടുക്കണോണ്ട് ഒരു രക്ഷയിൽ നിൽക്കാൻ പറ്റുന്നില്ല. അത്ര സംഭവമാണ്. അവിടെ വെട്ടി മൂടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഫ്രൂട്ട്സ് ഇത് എന്തിട്ടായിരുന്നു, മൂസമ്പി ആയാലും അടുത്ത പ്രാവശ്യത്തേക്ക് അതിനകത്ത് ഉണ്ടാകും. ഉണ്ടോ, ഇത്രയും വലുതായി. ഇപ്പം ഇത്രയുള്ള തൈയായിരുന്നു ഈ കവര വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ പ്ലാവ് ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഇതിനെല്ലാം പരിപാടികളാണ്. ഇതിൻ്റെ ചൂട്ടിൽ നിന്നെല്ലാം വകഞ്ഞ് മാറ്റി നമ്മൾ ആ വേനൽക്ക് സമയത്തുള്ള ചകിരിയും അങ്ങനെയുള്ള ചവറുകളെല്ലാം കൊണ്ടുവന്നിട്ട് അതിനെ നനയ്ക്കാൻ വേണ്ടിയിട്ട്, തണവ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്തായാലും പ്രയോജനം ഉണ്ടായി. അത് ഉണങ്ങിയൊന്നും പോയില്ല. ഇത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടിൽ പൂവിട്ട് തുടങ്ങി, കായിട്ട് തുടങ്ങി കേട്ടോ. അടുത്ത 3ാമത്തെ പ്രാവശ്യത്തെ 9 മാസമായി ഈ തൈയും വാങ്ങി നട്ടിട്ട്. ചെറിയ തൈയായിരുന്നു വാങ്ങിയപ്പം. അപ്പോൾ അന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ഇതിനകത്ത് ഇപ്രാവശ്യം ചെറിയ ചെറിയ കായ്കൾ വരുന്നുണ്ട് കണ്ടോ, മണി പോലെ. പക്ഷെ നല്ല രസമാണ് കേട്ടോ അതിന്. കാര്യം ചെറിയ പഴമാണെങ്കിലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ബഡ് പേര ഉണ്ടില്ലേ, ബഡ് പേര എന്ന് പറയുമ്പോൾ ഞാൻ നല്ല വലിപ്പം കൂടിയ പേരയ്ക്ക് നമ്മൾ വാങ്ങിച്ച് അതിൻ്റെ കായ് ചട്ടിപ്പാക്കി പിടിപ്പിച്ച് റെഡിയാക്കി എടുത്ത ഒരു ഫ്രൂട്ട് സംഭവമാണ് കേട്ടോ അത്. കുഴപ്പമില്ല. നമുക്ക് ഇപ്രാവശ്യം ഇതിനകത്ത് വളമിട്ട് വെട്ടി മൂടി കൊടുക്കാം. ഇതൊക്കെ അങ്ങനെ തന്നെ റെഡിയാക്കി എടുത്തേക്കണതാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കൂട്ടം കാണിച്ചു തരാം. പിന്നെ കറിവേപ്പില പലരും നടുമ്പോൾ കറിവേപ്പില പിടിക്കണില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ കറിവേപ്പിലൊക്കെ അത് പിടിച്ചിട്ടുണ്ട് കണ്ടോ. ഒരുപാട് കറിവേപ്പിൻ്റെ തൈ നട്ടിട്ടുണ്ട്. ഞാൻ ദേ മിറാക്കിൾ ഫ്രൂട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, കണ്ടോ. മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ കഥ പറഞ്ഞു, പക്ഷേ ഞാൻ ഫ്രണ്ട് ക്യാമറ ഇട്ട് പറഞ്ഞെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇത് നമ്മുടെ പേര, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന പേര. ഇത് നമ്മുടെ മാതള നാരങ്ങ. ഇത് നമ്മുടെ ബനാന മാങ്ങ എന്ന് പറയും, ബനാന മാങ്കോ എന്ന് പറഞ്ഞ് വാങ്ങിയതാണേ. പിന്നെ ഞാൻ കാണിക്കാൻ വന്നത് നമ്മുടെ നാരങ്ങ, സീഡ്ലെസ് ലെമൺ പഴുക്കാറായിട്ടുണ്ട് കേട്ടോ. ഇതാ നിലത്തേക്കടയൊക്കെ ഉണ്ടായിക്കണണ്ട.
പിന്നെ അവിടെ ഇവിടെ എല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട്. എവിടേക്കാണെന്ന് നമ്മൾ കുറച്ചുകൂടി വലുപ്പം വെച്ച് കഴിഞ്ഞാലാണ് ഇതിലൊക്കെ ഉണ്ടായിരിക്കണേന്ന് അറിയാൻ പറ്റുള്ളൂ. അതതിൻ്റെ ഇടയ്ക്കൊക്കെ കണ്ട വലുതായിട്ട് നിൽക്കണേ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ തൈകൾ എന്ന് പറയുന്നത്. കുറേ പ്രാവശ്യത്തെ കുറച്ച് പൂത്തതൊക്കെ ആ മഴയുടെ സമയത്ത് പൊഴിഞ്ഞു പോയി എന്ന് തോന്നുന്നു. കുറേ ഉണ്ടായിരുന്നേ. അപ്പോൾ നോക്കിയപ്പോൾ 10-15 കാണുന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ടല്ലോ. നമ്മുടെ ചെറുനാരങ്ങ കേട്ടോ. ചെറുനാരങ്ങ തന്നെ ഇത് നമ്മുടെ സീഡ്ലെസ് ഒന്നുമല്ല, കുരുവുള്ളത് തന്നെ. അപ്പോൾ അത് നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്താൽ. പിന്നെ ഇത് ബാലി ചാമ്പ, തായ്ലൻഡ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് ആപ്പിൾ, ഓറഞ്ച് എൻ്റെ തൈ അതെല്ലാം കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതേ അടുത്ത കറിവേപ്പ്. എല്ലാവരും പറയുന്നത് കറിവേപ്പ് നട്ടിട്ട് എന്താണോ ശരിയാവുന്നില്ല എന്ന്. അപ്പം കുഴപ്പം ഞാൻ അതിനകത്തേക്ക് ചോറും കഞ്ഞിവെള്ളവും ബാലൻസ് വരുന്ന ചോറിൻ്റെ ഇതൊക്കെ കൊണ്ടുവന്ന് ഇടുന്ന കേട്ടോ. നല്ല വളം കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഈ നമ്മുടെ ചോറ് അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വളം. പഴകിയ ചോറൊക്കെ ഇല്ലേ, കളയണ്ട, നമുക്കതൊന്നും വേസ്റ്റാക്കി ചുമ്മാ പറമ്പിലേക്കിടെ വലിച്ചെറിയണ്ട. അതിൻ്റെയൊക്കെ ചോട്ടി കൊണ്ടുവന്നിട്ട് കൊടുത്താൽ അതിനെ നല്ല വളം. ഇപ്രാവശ്യം കുറേ കാന്താരി മുളക് നട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം റെഡിയായി വരണേന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ഇത് കഴിഞ്ഞ വർഷത്തെ മുളകാട്ടോ. നമ്മൾ കട്ട് ചെയ്ത് ഇത് പറിച്ച് കളയാൻ നോക്കിയതാണ് ഞാൻ തീർന്നു കഴിഞ്ഞപ്പോൾ. കാരണം അത് ഉണങ്ങിയായിരുന്നു. പക്ഷേ പിന്നെ കുറച്ച് ചാരവും അതും മഞ്ഞളും ഒക്കെ തൂളി കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമില്ല. പച്ചമുളകാണ്, കാന്താരിയല്ല. കേട്ടോ വരുന്നുണ്ട്, ശരിയായി വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇതൊക്കെ തന്നെയാണ്. ആവശ്യമില്ലാത്തവിടത്ത് കണ്ട് കറിവേപ്പില മുളച്ച് വരുന്നുണ്ടോ. കപ്പങ്ങത്തൈയൊക്കെ കുറേ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനൊന്നും ഈ കടയിൽ പോയി എല്ലാം വാങ്ങിക്കേണ്ട ഇല്ലല്ലോ. അതുകൊണ്ട് നട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് എടുക്കുകയും ചെയ്യാം. ബാലൻസ് വരെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ചാൽ കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നട്ടതൊന്നും നമ്മൾ പുറത്തൊരു കടയിലൊന്നും കൊടുത്തില്ല, വിറ്റതുമില്ല. നമ്മളെല്ലാവർക്കും കൊടുക്കുക ചെയ്തത്. എന്ത് നട്ടോ എന്തെല്ലാം ഉണ്ടായോ അതെല്ലാം നമ്മളെല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഈ പ്രാവശ്യം അതുപോലെയൊക്കെ തന്നെയാണ് ആഗ്രഹം. കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചൊക്കെയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യണത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പേജ് ഫോളോ ചെയ്യാത്തവർ പേജ് ഫോളോ ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.